ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുക. ഭക്ഷ്യരംഗത്തെ മുഖ്യ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു ചടങ്ങാണ്. സുസ്ഥിര ഭക്ഷ്യവ്യവസ്ഥകളെ ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷകാഹാര ലഭ്യതയ്ക്കും വേണ്ടി ഉപയോഗിക്കുക എന്ന വിഷയമാണ് UN ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച് വളരെ വർഷങ്ങൾ പിന്നിട്ടപ്പോഴും വേണ്ടത്ര ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാതെ, പോഷകാഹാരം കിട്ടാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. സംതൃപ്തമായ ഒരു ജനത. ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരുന്നു ഭക്ഷ്യസുരക്ഷാ നിയമം. അത്ര കണ്ട് മനസ്സിലാവില്ലായിരിക്കാം, പക്ഷേ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഈ നിയമത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. ലോകത്ത് ഇന്ന് വേസ്റ്റാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്ന, ലോകത്തിലെ പല രാജ്യങ്ങളിലും പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടഭോജനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ മിച്ച രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ലോകത്ത് പല സ്ഥലത്തും കമ്മിയാണെങ്കിലും ആകെക്കൂടി പ്രൊഡക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ആ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ ആരുടെയും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, അത് അപ്പാടെ മാറി മറിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെയാണ് ലാഭകരമായ കൃഷി അന്വേഷിച്ച് കർഷകർ പോകുന്ന രീതി. ഉദാഹരണത്തിന് തന്നെ നമ്മുടെ നാട്ടിൽ നെൽകൃഷി വളരെയധികം പിന്നോക്കം പോയിരിക്കുക. എന്താ കാരണം? നെൽകൃഷിക്കുള്ള ബുദ്ധിമുട്ടുകളൊന്ന്, അതിൻ്റെ അമിതമായ ചെലവ് മറ്റൊന്ന്, കൃഷിനാശവും അതിനെ തുടർന്നുള്ള വിളനാശങ്ങളും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പലരും ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഭക്ഷ്യധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും പിന്നെ അത് ഉപയോഗിക്കാതെ വേസ്റ്റാക്കുന്ന രീതി, അതിനും പരിഹാരം ഉണ്ടാകേണ്ടി ഇരിക്കുന്നു. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്താനും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള വിതരണം ഉറപ്പുവരുത്താനും സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം. 100% വിജയം എന്ന് ഞാൻ പറയില്ലെങ്കിലും ഒരു തൃപ്തികരമായ സാഹചര്യത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ കാലത്തും ഒരു പരാതി, ഓണം കഴിഞ്ഞാണ് ഓണത്തിൻ്റെ പഞ്ചസാര റേഷൻ കടകളിൽ എത്തുന്നത്. ഇപ്രാവശ്യം ഓണത്തിന് മുമ്പ് തന്നെ ഓണക്കാലത്ത് കിട്ടത്തക്ക വിധത്തിൽ എത്തിച്ചു എന്നുള്ളതിലും ശ്രീ അനൂപിനും ഭക്ഷ്യവകുപ്പിനും അഭിമാനിക്കാം. അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തുടർന്നും വിജയകരമായി മുമ്പോട്ട് പോകണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ദിനാഘോഷങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.